സോ ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ന്യൂ ലൂപ്പ് തന്നെ നിങ്ങളെ കാണിച്ചു. ആദ്യം തന്നെ ഒരു ലൂപ്പ് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ലൂപ്പേഷി. സോ ഗൈസ്, നമ്മളങ്ങനെ ലൂപ്പെല്ലാം കഴിഞ്ഞു. സോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ബിഗ് ഹണ്ടർ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഗെയിമാണ്. സോ നമുക്ക് ഗെയിമിലോട്ട് കയറി നോക്കാം. സോ ഗൈസ്, ഒരു നല്ല ഗെയിമാണെന്നാണ് തോന്നുന്നത്. കക്കാരു സ്റ്റുഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ഗെയിമാണ്, ഡെവലപ്പ് ചെയ്ത ഗെയിമാണ്. സോ ഗെയിം ബിഗ് ഹണ്ടർ എന്ന് പറയുന്ന പേരാണ് ഈ ഗെയിമിനുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതാണ്. പ്ലേയിങ് ബിഗ് ഹണ്ടർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ വീഡിയോയുടെ ക്യാപ്ഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഗെയിമാണ് കളിക്കുന്നത്. ഈ ഗെയിം അധികം ആർക്കും അറിയത്തില്ല. ഗെയിമിൻ്റെ പേര് ബിഗ് ഹണ്ടറാണ്. ഭയങ്കര അണ്ടർറേറ്റഡ് ഗെയിമാണ്. കുളിച്ച നല്ലൊരു ഗെയിം. നമുക്ക് അത് ഫണ്ണിയായിട്ട് നമുക്ക് ഭയങ്കര ആർക്കേഡ് മോഡിലൊക്കെ നമുക്ക് ഒരു ഗെയിമാണിത്. ഗെയിം നമ്മുടെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ലേ. ഇത് നല്ല സ്റ്റോറി ഗെയിമൊക്കെ തന്നെയാണ്. ആദ്യ രണ്ട് സ്റ്റോറിയൊക്കെ കാണിക്കും. അതാണ് ഞാൻ സ്റ്റോറി ഗെയിം എന്ന് പറഞ്ഞത്. സോ ഇതിന് ആ പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുപോലെ ട്രൈബൽ സർവൈവലുമാണ്. സോ ഇത് അണ്ടർറേറ്റഡ് ഒരു ട്രൈബൽ സർവൈവൽ ഗെയിമൊക്കെ തന്നെയാണ്. ആദ്യം തന്നെ ട്രെയിനിങ് സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഹെഡ്ഷോട്ട് ഗീവ്സ് ബിഗർ ഡാമേജസ്. ട്രെയിനിങ് സെക്ഷനിലോട്ട് കയറിയപ്പോൾ തന്നെ ഹെഡ്ഷോട്ട് ഗീവ്സ് ബിഗർ ഡാമേജസ്. ഞാൻ നിങ്ങളോട് പറയാതെയാണ് ട്രെയിനിങ് സെക്ഷനിലോട്ട് കയറിയത്. സോറി, ഞാൻ ഗെയിമിനെ കുറിച്ച് പറയുമായിരുന്നു. ആദ്യത്തെ ഒരു സംഭവം നമ്മൾ ആക്കിയിട്ടുണ്ട്. വീണ്ടും അടുത്ത സംഭവം നമ്മൾ പോയി. രണ്ടാമത്തെ സംഭവം നമ്മൾ വേട്ടയാടാൻ പോകുന്നതിന് മുമ്പെയുള്ള ട്രെയിനിങ് സ്റ്റോറി മോഡ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. 4 സ്റ്റോറി മോഡ്സാണ് ഇതിനകത്ത് ടോട്ടലായിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണമാണ് നമുക്കിപ്പോൾ അൺലോക്ക്ഡ് ആയിട്ടുള്ളത്. എല്ലാ സ്റ്റോറി മോഡും നമുക്ക് പ്രീവിയസ് സ്റ്റോറിയിൽ 50 ലെവല് കളിച്ച് തീർത്താം. 50 ലെവലില്ലാത്ത കളിച്ച് തീർക്കണം. എന്നാൽ അടുത്ത സംഭവം അൺലോക്ക് ആവും. ഓക്കെ, നോർമൽ സ്പിയർ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതിന് 10 പവറുള്ള സാധനം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് നോക്കാം. സോ ഗൈസ്, നമുക്ക് സ്റ്റോറിയിലോട്ട് കിടന്നു നോക്കാം. ലോങ് ടൈം അഗോ a bushman tribe lived in an outback town. People were starving to death because of continuous droughts. The leader of the tribe goes out for hunting every day for living. So guys, ഇതിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ചിലവർക്ക് മനസ്സിലായി കാണത്തില്ല. ഈ ഗെയിമിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ സംഭവമായിട്ട് നമുക്ക് പറയാം.
remain of a mecha. നെക്സസ് പറയേ ഒരു ഗെയിമിന്റെ സംഭവം കാണിച്ചു ഇഷ്ടമല്ല. നെക്സസ് വാറിന്റെ ആയിരുന്നു. ഇപ്പൊ റേസ് അറീന എന്ന് പറയുന്ന ഗെയിമിന്റെ സംഭവം വന്നു. ഇതടി അല്ലെങ്കിൽ ഗെയിം താല്പര്യമുള്ളവർക്ക് ഈ ഗെയിം ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ ആഡ് കാണിച്ചത് എനിക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ പോയില്ല. ഈ ഗെയിം താല്പര്യമുള്ളവർക്ക് പോവാം. അതെ നമ്മളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊന്നും പറഞ്ഞു വിക്രണ്ടം എന്റെ പേര്
പോസ്റ്റാണ് അടുത്തത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഗെയിമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അടുത്ത ആഴ്ച അല്ല, അടുത്തതിൻ്റെ അടുത്ത ആഴ്ച. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ബൈ ആൻഡ് ബൈ 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 ബൈ. നമ്മൾ അടുത്ത ഗെയിമിലോട്ട് പോകണമെങ്കിൽ മറ്റേ അടുത്ത സ്റ്റോറിയിലോട്ട് പോകണമെങ്കിൽ പ്രീവിയസ് ഗെയിമിൻ്റെ 50 ലെവൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞാണല്ലോ. 11 സംഭവമായി, 11 മിനിറ്റായി നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട്. എന്തായാലും സംഭവത്തിന് ഒരു ലെങ്ത് കൂടിപ്പോയി ഗൈസ്. അത് കുഴപ്പമില്ല, ലെങ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളെന്തായാലും മറ്റേ വീഡിയോ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ അവസാനിപ്പിക്കും അല്ലേ? ആണ്, നമ്മൾ അവസാനിപ്പിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും, നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. അങ്ങനെ നമ്മൾ പാട്ട് പാടുന്നതേ ഉള്ളൂ, നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മൾ അവസാനിപ്പിക്കും. എന്തായാലും മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ബൈ ഞാൻ ഇടുവാണ്. അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഈ ട്രെയിനിങ് ക്യാമ്പൊക്കെ കണ്ടോ ഗൈസ്? എന്തൊരു മനോഹരമായിരുന്നു ട്രെയിനിങ് ക്യാമ്പ്. ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ തോറ്റെന്നുള്ളതാണ് വേറൊരു സത്യം, വേറൊരു സത്യം. സോ അതെല്ലാം ഒരു സ്വാഭാവിക കാര്യമായിരുന്നു. കാരണം നമ്മൾ അപ്പം ന്യൂബായിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ പ്രോ ആയിട്ട് വേണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ട്രെയിനിങ് ക്യാമ്പിലോട്ട് റിവഞ്ച് എടുക്കാൻ അടുത്തതിൻ്റെ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. സോ അപ്പം ഗൈസ്, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് ലാസ്റ്റായിട്ടൊന്നും പറയാനുള്ളൂ. സോ ഗൈസ്, ഈ ഗെയിം താല്പര്യമുള്ളവർക്ക് പോയി കളിക്കാം. അതുപോലെ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ ഇത് കളിക്കാൻ പാടുള്ളൂ.